ഓം ഗുരുഭ്യോ നമഃ. ഓം ഗണപതയേ നമഃ. ഓം സരസ്വത്യേ നമഃ. പീതാംബരംകരവിരാജിതശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 54. കാളിയൻ്റെ കാളിന്തി പ്രാപ്തിയും ഗോകുലങ്ങളുടെ വിഷബാധ മുക്തിയും. ത്വൽസേവോൽക സൗരഭിർനാമപൂർവം കാളിന്ദ്യാദർദോദശാബ്ദം തപസ്യൻ മീനം വ്രാതേ സ്നേഹവാൻ ഭോഗലോലേ താക്ഷ്യൻ സാക്ഷാദൈക്ഷതാഗ്രേ കഥാചിത്. ഹേ കൃഷ്ണ, അങ്ങയെ സേവിക്കുന്നതിൽ തൽപരനായ സൗരഭി മഹർഷി പണ്ട് യമുനാ നദിയിൽ 12 സംവത്സരം നീണ്ടുനിന്ന കൊടും തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരിക്കെ ലീലാലോലുപരായ മത്സ്യങ്ങളിൽ പ്രീതനായിത്തീർന്നു. ഒരു ദിവസം അദ്ദേഹം തൻ്റെ മുൻപിൽ പ്രത്യക്ഷനായ ഗരുഡനെ കണ്ടു. തുദ്വാഹം തം സക്ഷുദം ദൃക്ഷസൂനം മീനം കച്ചിച്ചക്ഷതം ലക്ഷയൻ സ തപ്തചിത്തേ ശബ്ദവാനത്ര ചേത്വം ജന്തൂൻ ഭോക്ത ജീവിതം ചാഭിമോക്ത. അങ്ങയുടെ വാഹനമായ ആ ദൃക്ഷസുതൻ ഗരുഡൻ വലിപ്പം മൂലം ഒരു മത്സ്യത്തെ ഭക്ഷിക്കുന്നതു കണ്ടപ്പോൾ മഹർഷിയുടെ മനസ്സിൽ താപമുണ്ടാകുകയും അദ്ദേഹം ഇവിടെ വസിക്കുന്ന ജീവികളെ ഭക്ഷിച്ചാൽ നീ മൃതനാകുമെന്ന് ശപിക്കുകയും ചെയ്തു. തസ്മിൻ കാലേ കാളിയക്ഷേളദർപ്പാൽ സർപ്പാരാധേ കൽപ്പിതം ഭാഗമശ്നൻ തേന ക്രോധാൽ ത്വൽപദാംഭോജഭാജ പക്ഷക്ഷിപ്തസ്തദ്ദുരാബംബയോഗാത്. അക്കാലത്ത് തൻ്റെ വിഷത്തിൻ്റെ ഉഗ്രശക്തി മൂലം അഹങ്കരിച്ച കാളിയനെന്ന സർപ്പം ഗരുഡന് കൊടുക്കപ്പെട്ടിരുന്ന ഭോഗങ്ങളെയെല്ലാം സ്വയം ഭുജിച്ചു വന്നു. അങ്ങയുടെ പാദദാസനായ ഗരുഡൻ കോപാധിക്യം മൂലം അവനെ ചിറകുകൊണ്ട് പ്രഹരിച്ചപ്പോൾ അവൻ കാളിന്തി ജലത്തെ അഭയം പ്രാപിച്ചു. ശാപനിമിത്തം ഗരുഡന് അപ്രാപ്യമായ സ്ഥാനമാണല്ലോ കാളിന്തി. ഘോരേ തസ്മിൻ സൂരജാനീരവാസേ തീരെ വൃക്ഷാവീക്ഷതാശേളവേഗാത് പക്ഷിവ്രാതാപേതുരഭ്രേ പതന്ത കാരുണ്യാർദ്രം ത്വന്മനസ്തേന ജാതം. ഘോരനായ കാളിയൻ കാളിന്തിവാസം തുടങ്ങിയപ്പോൾ അവൻ്റെ വിഷത്തിൻ്റെ സംഹാരശക്തി മൂലം തീരങ്ങളിൽ നിന്നിരുന്ന വൃക്ഷങ്ങൾ നശിച്ചു. ആകാശചാരികളായ പറവകൾ പോലും കരിഞ്ഞ് താഴെ വീണു. അതുകൊണ്ട് അങ്ങയുടെ മനസ്സ് കരുണാനിർഭരമായി തീർന്നു. കാലേ തസ്മിന്നേകദാസീരപാണീം മുക്ത്വാ യാതേ യാമുനം കാനനാന്തം ത്വയ്യുദ്ധാമാ ഗ്രീഷ്മഭീഷ്മോഷ്മതപ്ത ഗോഗോപാലാ വ്യാപിബൻ ക്ഷേളതോയം. അക്കാലത്തൊരിക്കൽ അങ്ങ് ബലരാമനെ കൂടാതെ യമുനാതീരത്തിലെ വനപ്രദേശത്തേക്ക് പോയി. ഗ്രീഷ്മത്തിൻ്റെ ഉഗ്രമായ വെയിലേറ്റ് തപിച്ച ഗോക്കളും ഗോപാലകരും യമുനയിലെ വിഷജലത്തെ തന്നെ കുടിച്ചു. നശ്യ ജീവാൻ വിച്യുതാശ്മാതലേതാൻ വിശ്വാൻ പശ്യന്നച്യുതത്വം ദയാർദ്ര പ്രാപ്യോപാന്തം ജീവയാമാസി ദദ്രാ പീയൂഷാംഭോ വർഷിഭി ശ്രീകടാക്ഷൈ. ഹേ അച്യുത, അവരെയെല്ലാം പ്രാണൻ വെടിഞ്ഞ് നിലംപതിച്ചത് കണ്ട് ദയാർദ്രനായ അങ്ങ് അരികിൽ വരികയും അമൃതം ചൊരിയുന്ന കടാക്ഷങ്ങളാൽ ഉടനെ അവയ്ക്ക് വീണ്ടും ജീവൻ കൊടുക്കുകയും ചെയ്തു. കിം കിം ജാതോ ഹർഷവർഷാതിരേക സർവാംഗേഷിത്യുത്തിത ഗോപസംഘ
ദൃഷ്ട്വാഗ്രേ ത്വാം ത്വൽകൃതം തദ്വിദന്തസ്ത്വാമാലിംഗ്യൻ ദൃഷ്ടനാനാ പ്രഭാവ. അങ്ങയുടെ പ്രഭാവാതിശയങ്ങൾ കണ്ടറിഞ്ഞിട്ടുള്ള ഗോപന്മാർ അംഗപ്രത്യംഗം ഹർഷപുളകിതരാകുന്നുവെന്ന് പറഞ്ഞ് എഴുന്നേൽക്കുകയും അങ്ങയെ കണ്ടപ്പോൾ അതും അങ്ങയുടെ തന്നെ പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കി ആലിംഗനം ചെയ്യുകയും ചെയ്തു. ഗാവശ്ചൈവം ലബ്ധജീവാക്ഷണേന സ്വീതാനന്ദാസ്ത്വം ച ദൃഷ്ട്വാ പുരസ്താൽ ദ്രാഗാവവ്രു സർവതോ ഹർഷബാഷ്പം വ്യാമുഞ്ചന്ത്യോ മന്ദമുന്ദിന്യനാഥ. വീണ്ടും ജീവൻ കിട്ടിയ ഗോക്കൾ അങ്ങയെ കണ്ട് ആനന്ദാധിക്യത്താൽ ഹർഷാശ്രുകൾ പൊഴിക്കുകയും മെല്ലെ ശബ്ദിച്ചുകൊണ്ട് അങ്ങയ്ക്ക് ചുറ്റും ചേർന്ന് നിൽക്കുകയും ചെയ്തു. രോമാഞ്ചോയം സർവതോ ന ശരീരേ ഭൂയസ്യന്ത കാച്ചിദാനന്ദമൂർച്ച ആശ്ചര്യോയം ക്ഷേളവേഗോ മുകുന്ദേതിത്യുക്തോ ഗോപഗൈർനന്ദിതോ വന്ദിതോ ഭൂ. ഞങ്ങളുടെ ശരീരത്തിൽ സർവത്ര പുളകവും ഹൃദയത്തിൽ പറയാൻ കഴിയാത്ത ആനന്ദമൂർച്ചയും ഉണ്ടാകുന്നു. ഹേ മുകുന്ദ, ഈ വിഷത്തിൻ്റെ ശക്തി വിചിത്രം തന്നെ എന്നീ പ്രകാരം പറഞ്ഞ് ഗോപന്മാർ അങ്ങയെ വന്ദിക്കുകയും പ്രശംസിക്കുകയും ചെയ്തു. ഏവം ഭക്താൻ മുക്തജീവാനഭി ത്വം മുക്താപാംഗൈരസ്തരോഗാംസ്തനോഷി താദൃഗ്ഭൂത സ്ഫീതകാരുണ്യഭൂമാ രോഗാൽപായ വായുഗേഹാദിവാസ. ജീവൻ വെടിഞ്ഞവരെ പോലും ഭക്തരാണെന്ന കാരണത്താൽ അങ്ങ് മുക്ത വീക്ഷണങ്ങളെ കൊണ്ട് ജീവിപ്പിക്കുകയും രോഗങ്ങളിൽ നിന്ന് മുക്തരാക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം കൃപാസാഗരമായ ഗുരുവായൂരപ്പ, എന്നെ രോഗബാധയിൽ നിന്നും രക്ഷിക്കണേ. ശ്രീ ഗുരുവായൂരപ്പ രക്ഷിക്കണേ. ശ്രീഹരയേ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീജഗദംബികായേ നമഃ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.